പ്രഹ്ലാദ പ്രഹ്ലാദ അല്ല മമ്മി, പ്രഹ്ലാദൻ എവിടെ? കൊറേ ആയല്ലോ കണ്ടിട്ട്. എവിടെയാവേ? പ്രഹ്ലാദന്റെ കാര്യം ഒന്നും പറയണ്ട. അവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ റൂമിൽ ഇരിക്കുന്നു. എന്താണെന്ന് അറിയില്ല. അല്ല, പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കാണെന്ന സംശയം. നിനക്ക് വല്ലതും അറിയോ അതിനെ കുറിച്ചിട്ട്? ഹെടി, എനിക്ക് നിന്നെ കാണുമ്പോ തക്കാളിനെയും ക്യാരറ്റിനെയും കേബേജിനെയും മുരിങ്ങക്കായിനെയൊക്കെ ഓർമ്മ വരുന്നു. ഓ, ഈ ഉച്ചക്ക് സാമ്പാർ കൊണ്ടുവന്നില്ല അല്ലേ? അയ്യോ വയ്യ, അവന് പെണ്ണ്. എവിടെയാവേ? ഉള്ളിലുണ്ടാ? നമ്മളൊന്ന് കാണണ്ടവനെ. പിന്നെ ഉള്ളിലുണ്ട്. ഇല്ലൂമിനണ്ടി ഇല്ലൂമിനണ്ടി ഇല്ലൂമിനണ്ടി. അതാ. Hey man, what happened to you? എടാ, നീ വന്ന നിന്നെക്കുറിച്ച് ഞാൻ ഇപ്പൊ ആലോചിച്ചുള്ളൂ. അമ്മ കോഴിക്കോട് നോക്കാൻ പറഞ്ഞപ്പോളേ. യു ആർ വെരി സാഡ് നൗ. എന്ത് പറ്റി പറ? എന്താന്നറിയില്ലടാ, മൊത്തമായിട്ടൊരു ഓവർ തിങ്കിങ് ആണ്. എടാ, ഈ ഓവർ തിങ്കിങ് മാറാൻ ഒറ്റ വഴിയുള്ളൂ. ഫുഡ് അടിക്കുക, വയറ് നിറയെ ഫുഡ് അടിക്കുക, അത്രയല്ലേ. എടാ, ഈ ഫുഡ് കഴിക്കുമ്പോഴേ ഇന്നലെയാണെങ്കിൽ ഇവിടെ മീൻ കറി വെച്ചിട്ടായിരുന്നു ചോറുണ്ടായിരുന്നു. അഥവാ മീനിന്റെ മുള്ളും മറ്റേ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഞാൻ മരിച്ചാലോ? എന്നിട്ട് അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് 4 ദിവസം മുന്നേ വാങ്ങിച്ച മീനാണ് ഇന്നലെ കറി വെച്ചെന്ന് അറിയുമ്പോൾ ഒരവസ്ഥയില്ലേ? ഡെഡ് ബോഡി അടക്കം സഹിക്കില്ല ആ ഒരു അവസ്ഥ. ഒന്ന് നോക്കി അതും ശരിയാണല്ലോ. എന്നാ ശരി, വല്ല ട്രിപ്പിന് പോ. ട്രിപ്പ് പോണതൊക്കെ ശരിയെന്ന് പറയാ. ട്രിപ്പ് പോയാൽ ഞാൻ വീട് എത്തും. പക്ഷെ എനിക്കതല്ല പേടി. ഈ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടേ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ. ഈ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ വല്ല പാണ്ട് ലോറി കയറി മരിച്ചു എന്ന് പറഞ്ഞാലും കേൾക്കാൻ ഒരു അന്തസ്സുണ്ട്. പക്ഷെ ഈ റോട്ടിൽ കൂടെ പാണ്ട് ലോറി വരില്ല. വല്ല TVS ഇടിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അവസ്ഥയല്ലേ? അതുപോലും സഹിക്കാൻ പറ്റില്ല ഡെഡ് ബോഡിക്ക് പോലും അല്ലേ? ഇങ്ങനൊരു നെഗറ്റീവ് ബോഡി എന്നാ നീ പോയി തൂങ്ങി ചാവ് പറയണില്ല ഞാൻ. അതും ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ഫാനില് തൂങ്ങിയാ നടക്കില്ല. കാരണം ഇത് ജാമ്പവാന്റെ കാലത്തുള്ള ഫാനാണ്. അതിന്റെ മറ്റേ കൊക്കി തിരുമ്പ് പിടിച്ച് നിൽക്കുക. തൂങ്ങി മരിച്ചു പറയാൻ അന്തസ്സുണ്ട്. പക്ഷെ ഫാന് തലയിൽ വീണ് മരിച്ചു പറയാൻ അന്തസ് കുറവില്ലേ? അതാ പറഞ്ഞേ. എന്ത് ചെയ്യും? അല്ല മമ്മി, ഇവനെ എപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയത്? എത്രയായി? എപ്പോഴാ തുടങ്ങിയത്? ഓ, അപ്പ തുടങ്ങിയതാണല്ലേ ഇത്. ഇത് നമുക്ക് ഇപ്പൊ ശരിയാക്കി തരാം. എടാ, അപ്പുറത്തെ വീട്ടിലെ സ്ഥലം തേച്ച് പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. അതാണ് പുഴയിലിപ്പോൾ കുളിക്കാൻ പോകത്ത്. നമുക്ക് ആ വാഷിംഗ് മെഷീൻ്റെ ഇടയിൽ 8 അടി മൂർക്കനെ കൊണ്ടിടാം. അതാകുമ്പോൾ 8 അടി നടക്കുമ്പോഴേക്കും അവർ മരിക്കും. അപ്പോൾ 7 അടി നടന്നിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ധീര ജവാനിൽ അവാർഡ് വാങ്ങിക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്നാ മെഷീൻ 8 അടി മൂർക്കനി സ്റ്റാർട്ട്. 8 അടി മൂർക്ക 8 അടി മൂർക്ക 8 അടി മൂർക്ക വൈന്ന് മാറ ഇവിടുന്ന്. 8 അടി മൂർക്ക 8 അടി മൂർക്ക. മീൻ കറി കൂട്ടി ചോറിന മീനിലെ മുള്ളു തൊണ്ടയിൽ കുടുങ്ങി മരിക്കും പറഞ്ഞ ചെക്കനാണ് ഇപ്പൊ 8 അടി മൂർക്കനെ അന്വേഷിച്ച് നടക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുവോ ആവോ.